റഷ്യ കൂട്ടുകെട്ടിൽ പരിഹാസവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത്. ഇരു രാജ്യങ്ങളും അവരുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയുമായി മുന്നോട്ടു പോയെന്നും നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നതിൽ അമേരിക്കയ്ക്ക് യാതൊരുവിധ തരത്തിലുമുള്ള പ്രശ്നവുമില്ല എന്നതാണ് പരിഹാസം. ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപ് ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. റഷ്യയുടെയും ഇന്ത്യയുടെയും സമ്പദ് വ്യവസ്ഥ കൂപ്പുകുത്തുകയാണ്. ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്യുന്നുവെന്നത് അമേരിക്കയെ സംബന്ധിച്ച പ്രശ്നമല്ല. റഷ്യയ്ക്കും ഇന്ത്യയ്ക്കും അവരുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയുമായി ഒരുമിച്ച് വീണ്ടും കൂപ്പുകുത്താം. ഇന്ത്യയുമായി അമേരിക്ക വളരെ കുറഞ്ഞ രീതിയിലുള്ള വ്യാപാരം മാത്രമേ നടത്തിയിട്ടുള്ളൂ. എന്നാൽ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തുന്ന തീരുവകൾ വളരെ കൂടുതലാണ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന തീരുവകൾക്കുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യയുടേത്. അതേപോലെ തന്നെ റഷ്യയുമായി അമേരിക്ക കാര്യമായ വ്യാപാരങ്ങൾ നടത്തുന്നില്ല എന്നും ട്രംപ് കുറിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തിരിച്ചടിയായി അമേരിക്കയുടെ നിർണായക പ്രഖ്യാപനം ഉണ്ടാകുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് 25% തീരുവയും റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങിയതിന് അനിശ്ചിത പിഴയുമാണ് അമേരിക്ക ചുമത്തിയത്. ഓഗസ്റ്റ് 1 മുതൽ അധിക തീരുവ ചുമത്തുമെന്നും ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപനം ഉന്നയിച്ചതാണ്. ഇന്ത്യയുമായി വ്യാപാര കരാറിലെത്താൻ കഴിയുന്നതിന് പിന്നാലെയായിരുന്നു അധിക തീരുവ പ്രഖ്യാപനമുണ്ടായത്. റഷ്യയുമായുള്ള വ്യാപാര കരാറുകളും ഇടപാടുകളുമാണ് ട്രംപിനെ ഇപ്പോൾ കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നതും. അമേരിക്കയുടെ 25% അധിക തീരുവകളുടെ പ്രത്യാഘാതം അത് വിലയിരുത്തി വരികയാണ് എന്നും യുഎസുമായുള്ള വ്യാപാര കരാർ ചർച്ചകൾ തുടരുകയാണ് എന്നും ഇന്ത്യ അറിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യയിൽ ആയുധമാക്കാനാണ് പ്രതിപക്ഷ നീക്കം നടത്തുന്നത്. അതേസമയം അത്തരമൊരു നീക്കം പ്ലാൻ ചെയ്ത പ്രതിപക്ഷത്തെ അമ്പരപ്പിലാഴ്ത്തിക്കൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. ട്രംപിന് പിന്തുണയുമായിട്ടാണ് രാഹുൽ രംഗത്ത് വരുന്നത്. നിർജീവ സമ്പദ് വ്യവസ്ഥ എന്ന പരാമർശമാണ് രാഹുൽ ഏറ്റുപിടിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ അഭിമാനം കൊള്ളേണ്ടതിന് പകരം നിരന്തരം താഴ്ത്തിക്കെട്ടി സംസാരിക്കാനുള്ള ശ്രമമാണ് തുടർന്നു പോരുന്നത്. രാഹുൽ ഗാന്ധി പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ജീവനില്ലാത്തത് അത് ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒഴികെ ബാക്കി എല്ലാവർക്കും അറിയാം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു നിർജീവ സമ്പദ് വ്യവസ്ഥയാണ് എന്ന് ലോകം മുഴുവൻ അറിയുകയും ചെയ്യുന്നു. അദാനിയെ സഹായിക്കാൻ BJP സമ്പദ് വ്യവസ്ഥയെ ഇല്ലാതാക്കിയെന്നതാണ് രാഹുലിന്റെ വാദം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൊന്നൊടുക്കുകയാണ് എന്ന് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നത്. ഇവിടെ നരേന്ദ്രമോദി കളിച്ച ട്രംപിനോടുള്ള പകരം വീട്ടുകയാണ് ഇവിടെ ഈ ഒരു വിഷയത്തിലൂടെ മോദി ചെയ്യാൻ ഒരുങ്ങുന്നതും. ഇപ്പോൾ ട്രംപ് പാകിസ്ഥാനുമായി എണ്ണക്കരാറിൽ ഏർപ്പെട്ടതിന് പിന്നാലെയും ചില ഗൂഢതന്ത്രങ്ങൾ ഉണ്ട് എന്നാണ് മറ്റൊരു വസ്തുത. രാഹുൽ എക്സിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിക്കുകയാണ്, മോദി അതിനെ കൊന്നു. ഒന്നാമതായി അദാനി മോദി പങ്കാളിത്തം, രണ്ടാമതായി നോട്ട് നിരോധനവും തെറ്റായ GSTയും, മൂന്നാമതായി ഇന്ത്യയിൽ അസംബ്ലി ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു. അതുപോലെ തന്നെ MSM അതിൽ തുടർച്ചയായി തുടച്ചു നീക്കപ്പെട്ടു. കർഷകർ തകർന്നു. തൊഴിലില്ലാത്തതിനാൽ തന്നെ മോദി ഇന്ത്യയിലെ യുവാക്കളുടെ ഭാവി നശിപ്പിക്കുകയാണ് എന്ന് തുടങ്ങി ചില കാര്യങ്ങളാണ് എക്സിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.